ഞാൻ വേറെ ഭക്ഷണം കഴിക്കില്ല കേട്ടാ. ഞാൻ ഉച്ചയ്ക്ക് ചോറിനുള്ളൂ. ഇതാണ് എന്റെ രാവിലത്തെ ഭക്ഷണം. ഇപ്പൊ 2 മാസത്തെ വെള്ളമായി. ഇപ്പൊ ഒരു കുറച്ച് പൊടികളും ചെളികളൊക്കെ ഉണ്ട്. ഇത് തുടച്ച് ക്ലീൻ ആക്കല്ലേ വേണ്ടോ? ചെയ്തോളാം. ശരി, ഞാൻ നിന്നെ ഉപദേശിക്കാൻ വരുന്നുണ്ട്. നിരുത്സാഹപ്പെടുത്തുന്നില്ല. തണ്ണിമത്തന്റെ കുരു ഉണ്ടാ? അതൊന്നുമില്ല. തണ്ണിമത്തന്റെ കുരു നമ്മള് തുപ്പികളെ ചെയ്യാം. കണ്ടാ, ജഗുവിന് ഫാനിട്ടിരിക്കാനും പഠിക്കാനും വിശ്രമിക്കാനും പറ്റിയ ഒരിടമായി മാറിയിരിക്കുന്നു. ഇതെന്തുണ്ടെന്നറിയോ? ഇതിപ്പോൾ കാലത്ത് പണിയെടുക്കണതിന് മുമ്പ് സരിത എനിക്ക് സരിതയ്ക്കും ഓരോ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ജഗുവിനുള്ള ജ്യൂസ് അൻലേട്ടൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതവൻ പോയി കുടിച്ചു വന്നു. പറയും ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ സരിത. നട്ട്സൊക്കെ ഇട്ടിട്ട് അടിക്കണ ജ്യൂസില്ലേ, പാലിന് പകരം വെള്ളം ഒഴിക്കുന്നു മാത്രം. പാല് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. പാലിൻ്റെ ആകുമ്പോഴേ എന്തുണ്ടെന്ന് ശരി. പാലിൻ്റെ ആകുമ്പോഴേ ഒരു മടുപ്പ്. ഞാൻ നിനക്ക് അന്ന് തന്നില്ലേ? ഇതെന്തൊക്കെയാ പറഞ്ഞ ഓർത്താ? അല്ലാണ്ട് ടേസ്റ്റ് ഉണ്ട്. 3 അണ്ടിപ്പരിപ്പ്, 3 ബദാം, 6 മൊത്തം 2 പേരും കൂടിയിട്ട്. അണ്ടിപ്പരിപ്പും ബദാമും കുറച്ച് നേരത്തെ വെള്ളം ഒഴിച്ച് വെക്കും, കുതിരാൻ വേണ്ടി. പിന്നെ 6 ഈന്തപ്പഴം, 6 പിസ്ത, പിന്നെ കുറച്ച് മുന്തിരി, കുറച്ച് കപ്പലണ്ടി, പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ്, അത്ര ഇട്ടിട്ട് അടിക്കും. വേറെ ഒന്നുമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ജ്യൂസ് ഇടുന്നതിന് മുമ്പിൽ കുറച്ച് മത്തങ്ങ കൂടിയും മത്തങ്ങ സീഡില്ലേ അതിടും. 2 കുറച്ചിടും. എന്നിട്ട് അരിക്ക് ഇത് ഒഴിക്കുക. അത് അടിക്കില്ല, നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. ഒരു കുഴപ്പമില്ല. പാലാകുമ്പളേ ഞാൻ വേറെ ഭക്ഷണം കഴിക്കില്ല കേട്ടാ. ഞാൻ ഉച്ചയ്ക്ക് ചോറിനുള്ളൂ. ഇതാണ് എൻ്റെ രാവിലത്തെ ഭക്ഷണം. ഇപ്പോൾ മറ്റേ ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവും മറ്റേതും കഴിച്ചോടുന്നില്ലേ, കുറച്ച് നാൾ അടുപ്പിച്ച് കഴിച്ചപ്പോൾ എനിക്ക് ഇത്തിരി അതിനോടൊരു മടുപ്പായി. അപ്പം അതെനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ, മാറ്റി പിടിക്കാൻ. ഭയങ്കര വിഷമമുള്ള സംഗതിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൽ 2 മത്തങ്ങ കയ്പക്കായ ഇതുണ്ടായി. അത് അടിപൊളിയായിട്ടുണ്ടായിട്ട് ഇതുമ്പോൾ നിറയെ കയ്പക്കായകൾ ഉണ്ടായി വന്നതായിരുന്നു. നിറയെ ഉണ്ടായി. ഞാൻ കെട്ടി കൊടുത്തു തുടങ്ങി. ഇത്രയും വളർച്ചയൊന്നും നമുക്ക് ഒരിക്കലും കിട്ടാത്തതാണ്. പക്ഷേ ഇന്നലെ മുതൽ ഒരു വാട്ടം. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. രണ്ടെണ്ണം കേട്ടോ, ഒരെണ്ണത്തിന് വാട്ടല്ലേ. അപ്പോൾ നന്നായി ആയത് വാടിപ്പോയി. ഞാനാണ് നിറയെ ഈ ഇതുകളൊക്കെ ചേരകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് വെറുതെ ഇനി പടരാനായിട്ട്. പക്ഷേ എന്ത് ചെയ്യാം, കഷ്ടം. കണ്ടത് ഉണ്ടായ കയ്പക്കായും കണ്ട ഇങ്ങനെ ഒറ്റ വെയിലുണ്ട് ഉണങ്ങി. ജോറൊക്കെ കെട്ടി വെറുതെ. അല്ല, ഈ രീതി നന്നായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പച്ചക്കറി കൃഷി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. വെള്ളക്കെട്ട് വരില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു. ഇതിപ്പോൾ എന്താണെന്ന് പറ്റിയ അറിയില്ല. സൂഡോമോണസിൻ്റെ ലൈന് ഒഴിച്ചു കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ വാടിയില്ല. അതായത് കയ്പക്കായ നന്നായിട്ട് ഉണ്ടാവണ തൈയില്ലേ, അതാണ് വാടിയത്. മറ്റേതുമ്മ ഉണ്ടാവണില്ല. ഉണ്ടാവാത്ത തൈ അങ്ങനെ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ കാലത്ത് സരിതിക്കും ജഗുവിനുള്ള പണിയാണ് ഇടണ്ട്. ജഗു ഇങ്ങോട്ട് വന്നേ. നമ്മുടെ സ്വിമ്മിംഗ് പൂളിലത്തെ വെള്ളം വറ്റിച്ചു. ഇപ്പോൾ 2 മാസം ആയി വെള്ളട്ടാ. ഇത് 2 മാസത്തെ വെള്ളമായി. ഇപ്പോൾ ഒരു കുറച്ച് പൊടികളും ചെളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നന്നായി വൃത്തിയായിട്ട് തുടക്കലാണ് ഇവർക്ക് പണി. കാലത്തായിട്ടുള്ള പണി ജഗുവിനും സരിതിക്കുള്ള പണിയാണിത്. അപ്പോൾ അവരിതിലിറങ്ങി ഇത് തുടച്ച് വൃത്തിയാക്കലാണ്. എനിക്കാണെങ്കിൽ നാളികേരം കുറേ വെട്ടി പൊളിക്കാണ്ട്, പിന്നെ അന്ന് ഇപ്പോൾ പൊതിച്ചതില്ലേ അത് വെട്ടി ഉണക്കണം. കുറേ പണികളുണ്ട്. പിന്നെ ഇവിടെ ഒരു തെങ്ങും കുഴിയില്ലേ, നമ്മുടെ തെങ്ങും കുഴി, തെങ്ങ് പറിച്ച് അത് മൂട്ടണം. കാലത്ത് പണികളുടെ പണിയിട്ടുണ്ട്. അന്നത്തെ നാളികേരക്ക് ചാക്കിലാക്കി. സരിത, നിനക്ക് നാളികേരം വെള്ളം വേണ? വേണ്ട. വേണ്ട വേണ്ട വേണ്ട. ഇനി ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ആയുധം വെച്ചിട്ടുള്ള കളിയാണ് കേട്ടാ. ഇതിങ്ങനെ കയ്യിൽ വെച്ച് വിട്ടിറങ്ങണം. നിൽക്കണം, കയ്യിൽ വെച്ച് വിട്ടുന്നത് ഭയങ്കര അപകടമാണ്. അപ്പം ഞാൻ ഒരു മുട്ടിയിരിക്കട്ടെ കേട്ടാ. നമുക്ക് കുറേ സമയം പിടിക്കും. ഒരു മുട്ടിയിരിക്കണം. അവരതിൻ്റെ ഉള്ളിൽ കയറി തല 2 പേരും ഇറങ്ങി നന്നായി തുടച്ച് വൃത്തിയാക്കി. ആ നടുവിലേക്ക് വെള്ളം പോയിക്കോട്ടെ. നടുവിൽ നിന്നിട്ട് അവസാനം ഒരു ഇതാക്കിയാൽ മതി, തേപ്പ് കൊടുത്താൽ മതി.
കണ്ട ആ സ്പോഞ്ച് കണ്ട നമ്മുടെ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇവനുണ്ടാ അവന് രണ്ടുപേരും കൂടി കുടിച്ച് തൊട്ടെ അവൻ വെള്ളം കൊണ്ടുവന്ന് തരും. ആ അപ്പൊ നീ അവിടെ നിന്നാ മതി, ഞാൻ തുടച്ചോളാം. ഞാൻ കുറെ ഒരു 3-4 മാസം വെള്ളം നിൽക്കുന്ന വിചാരിച്ച, പക്ഷെ ഈ ചെളി അത് ഫിൽറ്റർ ഇടാൻ കാരണ. ആ ഫിൽറ്റർ ആണെങ്കിൽ കംപ്ലീറ്റ് പോയേനെ. പിഴിയണ്ട, വെള്ളം അടക്കമാക്ക്. അപ്പഴാ വേണ്ട, ഇത് തുടച്ച് ക്ലീൻ ആക്കല്ലേ വേണ്ടോ, ഞാൻ ചെയ്തോളാം. ശരി, ഞാൻ നിന്നെ ഉപദേശിക്കാൻ വരുന്നുണ്ട്, നിരുത്സാഹപ്പെടുത്തുന്നില്ല. ചേട്ടൻ ഉപദേശിക്കാൻ വരണ്ട, ഞാൻ ചെയ്തോളാം. ക്ലീൻ ആക്കണം, അത്രല്ലേ ഉള്ളൂ. അയ്യോ ഈ മടക്കില് ഇടുക്കിന്റെ ഉള്ളിൽ വല്ല പാമ്പുണ്ടാവും? അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടായിരുന്നു നീർക്കോലി. അത് ഇതിങ്ങനെ പൊക്കിട്ട് നോക്കിയേ, ഇതിങ്ങനെ മടക്കുകളില്ലേ, ഇതിങ്ങനെ ഒന്ന് വെറുതെ പൊക്ക, അപ്പൊ അറിയാൻ പറ്റും. ജഗുന് തുടക്കണെങ്കിൽ തുടച്ചോ, ഒരു തുണി വേണം കൊടുത്തോ, വെറുതെ ഇരിക്കണ്ട. സ്കൂളിൽ പോയിട്ട് ചോദിച്ചിട്ട് വെറുതെ ഇരിക്കില്ലല്ലേ പണി. അയ്യോ ജഗ്ഗു എന്തോരം പണികളെ ചെയ്തെന്നറിയോ? 2-3 ദിവസമായിട്ട് തുടർന്ന കൊറേ സാധനങ്ങളൊക്കെ മോളിയെ കൊണ്ടേക്കാളൊക്കെ മോളിയെ കൊണ്ടച്ചു, പുറത്ത് കൊണ്ടേ കളയാളതൊക്കെ ചെയ്തു. നാളെ വെട്ടി പൊളിക്കാനുള്ളതില്ലേ, അത് വേണമെങ്കിൽ ചെയ്യുന്ന് പറയണോളോ, ചെയ്യണ് കാണാനില്ല. ആരെ? അപ്പൊ ഞാൻ അതൊക്കെ ജഗ്ഗുവിനെ ഏൽപ്പിച്ചു. പറഞ്ഞ വശാവൻ എല്ലാതും ക്ലീൻ ആക്കി. ആ മോളുണ്ടാവും ചാക്ക്. അതാണ് ബെസ്റ്റ് ഐഡിയ. ഉണക്ക നാളികേരം ജഗ് മോളിൽ നിന്ന് കൊണ്ടുവരും. ചിലതൊക്കെ കൊപ്പറ കണ്ട, പക്ഷേ ഈ നാളികേരം തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മുകളിലത്തെ കുറച്ച് നാളികേരം അങ്ങോട്ട് വല്ലാണ്ട് അപ്പോൾ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിക്കേണ്ട സാധനങ്ങളാ. വേറെ കൊപ്ര, ഇത് വേറൊരു ടേസ്റ്റ്. വായ കൊണ്ടുള്ള വർക്കാണ് കൂടുതൽ നടത്തുന്നത്. ഇന്നിപ്പോൾ കഷ്ടപ്പെട്ട് കോപ്പറ നോക്കുമ്പോൾ മഴയും പെയ്യും, അതാണ് പതിവ്. എന്താ ചെയ്തേരം വിളക്കില് ചെറുതായി മഴക്കാരുണ്ട്. ഈ വെള്ളം ഭയങ്കര ചെളിയായി. വെള്ളം വേറെ തരാം. ചെളിയിലൊക്കെ അടാ ഇങ്ങനത്തെ ചെളി, ഇപ്പം ഇത്രയും ചെളി ഉണ്ടായിരുന്നു നടത്താം. ഇത്രക്ക് ചെളിയല്ല, അല്ല ഒരു ആകെ തുടച്ചിട്ടുള്ളൂ. കടമ്പട ചെരുപ്പേണ്ട, 2 തരാണ്. ഇമ്രാൻ്റെ കളിക്കില്ല അതൊക്കെ. കഴിഞ്ഞ ഉണ്ണിയേ, അത് കഴിഞ്ഞ് ജഗ്ഗുവിനെ സഹായിക്കാൻ വരും. നല്ല വെള്ളം തരാം. ആ വെള്ളം വേണ്ട നീ, കാരണം ചെറിയൊരു കരണ്ട് പോലും ചെറിയൊരു പൊടി പോലും നമുക്ക് ഈ വെള്ളത്തിനെ നശിപ്പിക്കില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കാം. ഇതിലാദ്യമായിട്ട് വെള്ളം ആക്കണ സമയത്ത് ഇതുപോലെ തുടച്ചെടുത്തിരുന്നെങ്കിലോ? ഇല്ല, അതിൻ്റെ ഇല്ല, മണ്ണും പൊടിയായിരുന്നില്ല ചവിട്ടി നടന്നിട്ട്. അപ്പൊ ഇതിൽ തുടച്ചിട്ട് വെള്ളാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ. ഇപ്പൊ പക്ഷെ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു എന്നോട്, ഇത് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വെള്ളം നിറച്ചാൽ മതി. അനുഭവങ്ങളാണല്ലോ ഓരോ ഗുരുക്കള്. തന്നെ അതാണ് ചേട്ടൻ്റെ മെയിൻ ഡയലോഗ്. എന്ത് കാര്യം അനുഭവത്തിൽ നിന്ന് മാത്രം പഠിക്കുള്ളൂ. ഒരാൾ നമ്മുടെ സ്വിമ്മിംഗ് പൂള് ഇത് കണ്ടിട്ടേ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് ഇത് അതുപോലെ വീട്ടിൽ പണിയെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ. അപ്പോൾ എന്തോരം ഈ ഒരു ഫിൽറ്ററും വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, ആ ഫിൽറ്റർ വെച്ചതും ഇതൊക്കെ കൂടിയിട്ട് ഷീറ്റൊക്കെ കൂടിയിട്ട് ഇങ്ങനെ തന്നെ കുഴി കുത്തിയിട്ട് വീട്ടിലേ പറമ്പുണ്ടെന്ന് പറഞ്ഞ ആള്. അപ്പോൾ ആൾക്ക് വന്ന് കണ്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ലാഭകരമാണ്, നമുക്കിപ്പോൾ ഇങ്ങനത്തെ വലിയൊരു സ്വിമ്മിംഗ് പൂൾ പണിയാണെങ്കിൽ 6-7 ലക്ഷം രൂപ ചിലവാകും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ കണ്ടമാനം കറണ്ട് കാശും പിന്നെ ക്ലോറിൻ ഇതൊക്കെ കുറേ സാധനങ്ങൾ വേണ്ടേ, അതിൻ്റെ അത് സിസ്റ്റങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതൊന്നും വേണ്ട, വളരെ നിസ്സാരമായിട്ടുള്ള ഇത് നമുക്ക് ഇതാണ് കാലത്ത്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടില്ലേ, നമ്മൾ നേരത്തെ ഒരു 8 മണി നേരത്തെ ഇപ്പോൾ ഭയങ്കര ഉഷ്ണമല്ലേ, ഭയങ്കര ഉഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരില്ലേ ഉഷ്ണം കാരണം. ഇതിലൊരു അരമണിക്കൂർ നേരം കുളിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങിക്കുക, നമുക്ക് ഒരു ഫാൻ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഭയങ്കര സുഖം. നമ്മുടെ ശരീരം ആകെ തണുക്കും. നമ്മുടെ ശരീരം ചൂടായി വരുമ്പോഴേക്കും നേരം വെളുത്തുണ്ടോ. ഇതെടുത്തോ, ആ വെള്ളം വേണ്ട.
ഇത് നമ്മൾ പുതിയ മാവ് നട്ടാട്ടാ. അയ്യോ, ഈ മാവിൻ്റെ പേരെന്താ സരിത? മാവ് തൈ അൽഫോൻസ എന്നുണ്ട്. അൽഫോൻസ. ഉണ്ണി ഇതിൽ വെള്ളം കൊണ്ടു കൊടുത്തല്ലോ അമ്മയ്ക്ക് ഇടയ്ക്ക് വയ്ക്കാം. സൈഡ് ഇളകി പൊട്ട നാളികേര മറ്റേ ഈ തരിപ്പ് കേട് വന്ന് പോകും. അത് വേണ്ട. ഇത് കഴിഞ്ഞു. എന്തൊരു തുച്ഛമായ സമയം കൊണ്ട് ഇങ്ങനെ വെട്ടി ഇതാക്കിയപ്പോൾ കഴിഞ്ഞത്. ഇനി അതാണ് പൊളിക്കേണ്ടത്. ഇത് അവിടെ കൊണ്ടുവന്ന് നിരത്തണം. അങ്ങനെ നമ്മുടെ ഇവിടെയാണ് കൊണ്ടുവന്ന് നിരത്തുന്നത് കേട്ടോ. ഇവിടെ നല്ല വെയിലുണ്ട്, പിന്നെ നായ്ക്കൾ വരില്ല. ഇവിടെ തല പൊളീനെ വെയിൽ കിട്ടും. തല പൊളീനെ വെയിൽ. മഴ പെയ്യണ്ട മതി. ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത്. കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, കിട്ടും. ജഗ് കുറച്ച് കഴിഞ്ഞാൽ പല കൊണ്ടുവരും. മറ്റേ വെട്ടി പൊളിച്ചിട്ട് ഇപ്പുറത്ത് നീക്കില്ല. അണ്ണാറക്കണ്ണന്മാർ നിറച്ച് വരും. പക്ഷേ ഈ സമയത്ത് ഭയങ്കര വെയിലാണ്. അവർ വെയിലത്ത് നിന്നിട്ട് ചരണ്ടാതെ നിൽക്കില്ല. ചൂട് കൊണ്ടിരുന്നെങ്കിൽ അവരുടെ അപ്പനെ ചാവും. വെയിലത്ത് അണ്ണാറക്കണ്ണന്മാർ വലിയ തണലാണെങ്കിൽ അവർ പടയ്ക്കും. വെയിലാറുമ്പോഴാണ് അവർ വരിക. ഇനി വെട്ടി പൊളിക്കലിന് ടാസ്ക്. കോടാലി ഇല്ല. കോടാലി വെട്ടി പൊളിച്ച് കണ്ട കൊപ്ര നോക്കിയേ. വല കൊണ്ടു വെച്ചു നോക്കിയേ. കൊപ്ര കണ്ട ഇതേപോലെ കിട്ടും. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കണ്ട ഈ കൊപ്രയില്ലേ ഇപ്പോൾ വെട്ടിപ്പൊളിക്കുന്നത് കണ്ട. ഇതൊക്കെ നന്നായി ഉണങ്ങിയതല്ലേ, ഒരുവിധം ഉണങ്ങിയതാണ്. അതൊരു 5-8 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അവിടെ പരുവായി ഇത് ഇപ്പിയുള്ളത്. അപ്പോൾ ഇത് മെല്ലെ വെട്ടിപ്പൊടിച്ചാലും മതി. പക്ഷേ അതിന് വലയിട്ട് കഴിഞ്ഞില്ലെങ്കിലേ നമുക്ക് വെളിച്ചെണ്ണ ആട്ടാൻ കിട്ടില്ലേ. എല്ലാവരും ഈ സമയത്ത് നമ്മുടെ വീട്ടിലുള്ളൊരു വെളിച്ചെണ്ണ ആട്ടുണ്ട് കേട്ടോ. അവരവർക്ക് കിട്ടുന്ന നാളികേരത്തിനനുസരിച്ച് അവരവർക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ അവരവരുണ്ടാക്കും. കുറഞ്ഞത് വാങ്ങിക്കൽ കുറവാണ്. ഇതാണ് ഇരുന്ന് കഴിഞ്ഞാലേ കഞ്ഞി വെന്തുണ്ടാവുക. അയ്യോ ഒരു മിനിറ്റ്, അതിന് പുറത്ത് എന്തെങ്കിലും ഓടുന്നില്ല. കാറ്റത് പറന്നു പോയാലോ. കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഈ വെള്ളം ഒഴിക്കിട്ട് ഇവിടെ വെച്ച് പോയാൽ മതി. നമുക്കൊന്നും നോക്കണ്ട. കണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞ് ഊറ്റ പൊട്ടിക്കുന്നില്ല. ഇത്ര ചിലപ്പം ഇതിലത്തെ വെള്ളം മുഴുവൻ ചെളിയില്ലേ. എൻ്റെ അമ്മേ ഇത്രയ്ക്ക് ചെളിയുണ്ടല്ലേ. ഈ ഇതുമ്മലും ചെളി ഉണ്ടാവില്ലേ സ്റ്റീലിൻ്റെ ഇതിൻ്റെ. ഇതേ അന്ന് ഒരാളൊരു ഐഡിയ പറഞ്ഞു തന്നു. ഇതുമ്മേ ഇങ്ങനെ ഒരു തണ്ടുകൂടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലേ, ഇങ്ങനെ 2 സ്റ്റീലിൻ്റെ തണ്ടുകൂടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സാധനം ഇങ്ങോട്ട് തള്ളി വരില്ലെന്ന്. ഞാൻ നാളെ കുറച്ച് നേരം കേട്ടോ. അത് വെട്ടണമെങ്കിൽ വെയിൽ ഒട്ടുക്കത്ത വെയിലാ. അത് കുഴപ്പമില്ല. അല്ല അത് ഉണങ്ങിയിരിക്കുക, അതിന് കുഴപ്പമില്ല. മറ്റേൻ്റെ ഒപ്പം വേണ്ടല്ലോ. അയ്യോ ഹെലികോപ്റ്റർ പോണു. ഹായ് എടാ, ലാസ്റ്റ് അവറായി. അവിടെ നിൽക്കാൻ പറ്റിയ വെയിലുണ്ട്. ഞാൻ തെങ്ങിൻ്റെ കുഴി മൂടണം. അവിടെ വെയിലാണ്. ഇപ്പൊ തുടച്ചേ വൃത്തിയാക്കി. ഇനി ഇത്തിരി നല്ല വെള്ളം കൊണ്ട് ഒന്നുകൂടി തുടക്കില്ലേ വെറുതെ? വേണം നല്ല വെള്ളം.
ആ തുണി വീണ്ടും ഒന്ന് പിഴിയണ്ടേ? പിഴിയണം. അതിലെന്നെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. ഇതധികം താമസിയാതെ മുറിയൂട്ടാ, നോക്കിയോളോ. അത് ലോഡ് വരുന്നില്ല. ഏയ് ഇതിലത്തെ വെള്ളത്തിന് പിന്നെ തീരെ കനല്ല, ഇതിൽ വരുന്ന വെള്ളത്തിന്. ഇനി 2 ദിവസം കൊണ്ടെന്ന് അറിയുള്ളത് വെള്ളം ടാങ്കിൽ നിന്ന് നമ്മൾ അടിക്കാൻ പോണത്. കാശായിട്ടാ തുടച്ച് ഇനി നമ്മൾ വെള്ളത്തിലേക്ക് വിടാൻ പോകണം. വെള്ളം വന്നു. സരിത വർക്ക് കഴിഞ്ഞ് കയറി. ഈ വെള്ളം മെല്ലെ ഉള്ളോട്ടാ. നമ്മൾ ഒരു ടാപ്പ് തുറന്നിട്ട് വെള്ളം എങ്ങനെ വരുന്നു അതേ ലെവലിലെ വെള്ളം വരില്ല കേട്ടാ. കുറേ സമയം പിടിക്കും എന്നറിയാനായിട്ട്. അപ്പോൾ എന്നറിയട്ടെ, നമുക്ക് തെങ്ങിൻ്റെ കട മൂടാം. അപ്പം ഇവിടെ തെങ്ങിൻ്റെ കടയിൽ കേട്ടാ, തെങ്ങിൻ്റെ കട കത്തിച്ച് ഫിനിഷിങ് ആക്കി. 800. ഇത് മൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ പുല്ല് വെക്കണം. ഇവിടെ നിന്നിട്ടാ കഞ്ഞി കൂടിയിട്ടാ തിണ്ണമില്ലല്ലേ? തിണ്ണ. അല്ല ചേട്ടനാ ചൂടി കഴിഞ്ഞാ? 11 മണി അയ്യോ എന്നിട്ടുണ്ടായി വീണ. സരിത കഞ്ഞിയും ചമ്മന്തി കൊണ്ടുവന്നോണ് കുടിക്കാനായിട്ടുണ്ട. മാങ്ങ ചമ്മന്തിയും കഞ്ഞി. ഇവിടെ വെടുപ്പാക്കില്ല നടന്നേ. ഇപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിലേ ക്ലീൻ ചെയ്യലായിരുന്നു, തുടക്കലായിരുന്നു പണി. പിന്നെ കൊപ്ര വെട്ടൽ, അങ്ങനെ അല്ല ചില പണികളൊക്കെ ചെയ്യലായിരുന്നു. കൂട്ടാൻ ഇന്നലെ വെച്ച വഴുതനങ്ങി മാങ്ങിയും കൂട്ടായിരിക്കുന്നുണ്ട്, ചാറ് കൂട്ടാൻ. കാലത്തേക്ക് കഞ്ഞിക്ക് ഇത് മതി, ധാരാളം മതി മാങ്ങ ചമ്മന്തി. നമ്മുടെ മഹേഷും ശിവയും ഉണ്ടല്ലോ, പെയിൻറ്റിങ് ചെയ്യണ പിള്ളേരേലത്തെ മഹേഷിൻ്റെ കല്യാണം ശനിയാഴ്ച. അത് കാരണം അവർ വരാത്ത. അല്ലാച്ചെങ്കിൽ ഇത് മുന്നേ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞാണ് ഇവിടെ ഈ ഭാഗവും പുറം ഭാഗവും. ശനിയാഴ്ച കെട്ട് ഇന്നലെയായിരുന്നു. അതെ, അമ്പലത്തിൽ കെട്ട്. ഫോട്ടോ ഒക്കെ ആ റിസപ്ഷനാണ് ശനിയാഴ്ച. അപ്പൊ അതിന് പോണം. എവിടെയാണ്? പപ്പടം പറന്നു പോകും. ജഗുവിനുള്ള കഞ്ഞി. ജഗു പപ്പടം കൊണ്ടുവരില്ല, ജഗു കുളിച്ചിട്ടാ വരുന്നത്. ഞാൻ കാലത്ത് ഇപ്പൊ മറ്റേ നട്ട്സിന്റെ ഇത് അടിച്ചു കുടിക്കുന്നുണ്ട് ഞാനും ചേട്ടനും. അപ്പൊ എനിക്കത് ധാരാളം മതി. വൈകുന്നേരം വരാതെ അല്ല ഉച്ച വരാതെ ഓടിക്കോളും. ഉച്ചയ്ക്ക് ഞാൻ പിന്നെ കഴിക്കുള്ളൂ. ഒരു മിനിറ്റ്. നട്ട്സിന്റെ അണ്ടിപ്പരിപ്പ്, ബദാം, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, പിന്നെ ഫ്ലാക്സ് സീഡ്, മറ്റേ സാധനം മത്തങ്ങ കുരു, കപ്പലണ്ടി ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്, പിസ്തി ഉണ്ട്. തണ്ണിമത്തന്റെ കുരു ഉണ്ടാ? ആ അതൊന്നുമില്ല. തണ്ണിമത്തന്റെ കുരു നമ്മൾ തുപ്പികളല്ലേ ചെയ്യാ? പിന്നെ സൂര്യാന്തി പൂവിന്റെ കുരുണ്ടാ? താമരമുട്ടുണ്ടാ? അല്ല ചേട്ടാ, ഭയങ്കര അഡ്വാൻസ്ഡാ. ജഗ്ഗുന് ഇതൊക്കെ കിട്ടില്ലേ? ഫ്ലാക്സ് സീഡ് ഉണ്ട്. പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ ചേട്ടാ, എന്തിട്ടാണ് അതിന്റെ പേര്? ഒരു കയ്പുള്ളത്. വാൾനട്ട്. അതൊന്നുമില്ല. വാൾനട്ട് വേണ്ട. അമ്മേ, നമ്മളൊരു 5-8 പേരുള്ളൂ. നമ്മൾ ഉപയോഗിക്കണ എല്ലാം കൂടി ആകുമ്പോ എത്രണ്ണായി? എത്രയില്ല കേട്ടോ, 5-6 ഉണ്ട്. അകത്തിരിക്കുന്ന സുഖം പിടിക്കുന്ന കഞ്ഞി കുടിക്കാനാ. ഫാൻ കൂടി ഇടാം. നമ്മൾ വർത്താനം പറഞ്ഞാലും ഫാൻ കഞ്ഞി കൊണ്ടിട്ടല്ലേ ചേട്ടന്? മാങ്ങ ചമ്മന്തി കൂട്ടി. ഈ കഞ്ഞി കുടിക്കാൻ ഭയങ്കര കൂട്ടാൻ. അല്ല ചേട്ടൻ എന്തിട്ടായിരുന്നു കൂട്ടാൻ? അതുവരെ പച്ചക്കറി ഒന്നും ആകെ കോളിഫ്ലവറും ഇതൊക്കെയോ ഇതിനെടുത്ത് കളഞ്ഞുള്ള ഫ്രിഡ്ജിന്ന്. ഒരെണ്ണെങ്കിലും തിന്നണ്ടേ? അത് കുറച്ച് നന്നാക്കി ഇതാക്കി വെച്ചു. അപ്പൊ കഴിഞ്ഞ ആഴ്ച എഴുതിട്ട് പുറത്ത് കളഞ്ഞു. നമുക്കതിന് ബെക്കിന്റെ വിധം അറിയില്ല, നമുക്ക് അത്ര ടേസ്റ്റ് തോന്നൂല്ല. നമ്മൾ ഈ കോളിഫ്ലവർ കാബേജ് പിന്നെയും 1-2 ഉപയോഗിച്ചു മാത്രം. 10 രൂപ ഉത്തരേന്ത്യക്കാരൻ അവിടെ ഓരോരുത്തർക്ക് ഓരോന്നൊക്കെ കൊടുത്ത് ഇവിടെയും കുറെ എണ്ണം എല്ലാവർക്കും കൊടുത്തു.
ആർക്കും വേണ്ട. പിന്നെ അത് ആര് വരാണ്? ഒക്കെ വെറുതെ പച്ചക്കറി കൃഷി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആർക്കും വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ കോമ്പൗണ്ടിൽ ആർക്കും വേണ്ടാത്തുള്ളൂ. പുറമെയുള്ളവർക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞു നോക്കിയേ. അത് ശരിയാ. ഞങ്ങക്ക് താന്ന് പറയുള്ള ആൾക്കാര് ആരെങ്കിലും വരുന്നത് ഇങ്ങോട്ട് വരുന്നവർക്ക് കൊടുക്കണ്ടല്ലോ. ഇത് വല്ലവർക്കും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പുറമെ നമുക്ക് പരിചയമുള്ളവർക്ക് കൊടുക്കാന്നുള്ളൂ. കുമ്പളങ്ങ വേണം നിങ്ങക്ക്? കുമ്പളങ്ങ അന്ന് കൊണ്ടുവന്നത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല കഴിഞ്ഞ പറഞ്ഞോളൂ. ആ കുമ്പളങ്ങ ഓലൻ വെക്കാം, നല്ല രസമുണ്ട്. ഓലൻ അടിപൊളിയാട്ടാ, അടിപൊളി കഞ്ഞിട്ടാ. മാങ്ങ ചമ്മന്തിയും മതിയില്ലേ? നീ കഞ്ഞി കുടി കഴിഞ്ഞിട്ട് ഇവിടെ ഫാനിട്ടിട്ട് ഒരു 5 നേരം കിടന്നാട് ഉറങ്ങിപ്പോവും.